കറുത്ത ഫലിതം അഥവാ ബ്ലാക്ക് ഹ്യൂമറിലൂടെ മലയാളി വായനക്കാരനെ അമ്പരപ്പിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ലോകത്തിൻ്റെ കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന മലയാളി എഴുത്തുകാരൻ കൂടിയാണ് ബഷീർ. ബഷീറിൻ്റെ സൃഷ്ടികളിലുള്ള ഒറിജിനാലിറ്റി വിദേശ നാടുകളിലെ കലാശാലകളിലൊക്കെ തന്നെ പാഠ്യവിഷയമാകുകയും അവരെയൊക്കെ അമ്പരപ്പിക്കുകയും ചെയ്തത് സ്വീഡിഷ് പ്രൊഫസറായ ആർ ആഷർ തന്നെ പറഞ്ഞത് ബഷീറിനെ പോലെ തനിമയുള്ളൊരു എഴുത്തുകാരനെ കാണാൻ ബുദ്ധിമുട്ടാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമൊക്കെ തന്നെ ബഷീറിലെ മഹിമ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. തലയോലപ്പുറം സ്കൂളിൽ ബഷീർ 5ാം ഫോറത്തിൽ പഠിക്കുമ്പോഴാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം വീട് വിട്ടിറങ്ങിയത്. അന്നാണ് ഗാന്ധിജി വൈക്കത്തേക്ക് വരുന്നത്. ഗാന്ധിജിയെ കാണാൻ കുഞ്ഞു ബഷീർ വൈക്കത്തേക്ക് എത്തി. അദ്ദേഹം ഗാന്ധിജി കയറിയ കാറിൻ്റെ സൈഡിൽ തൂങ്ങുന്ന ബഷീർ ഗാന്ധിജിയുടെ വലത് തോളിൽ നിന്ന് തൊട്ടു. ഗാന്ധിജിയെ തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് പിന്നീട് ബഷീർ അമ്മ എന്ന തൻ്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതി വെച്ചത്. ഗാന്ധിജിയെ തൊട്ട കാര്യം അത്യാവശ്യത്തോടെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഉമ്മ ബഷീറിനോട് ചോദ്യം ചോദിച്ചു, ഗാന്ധിജി നിന്റെ പട്ടിണി മാറ്റുമോ? സ്വാതന്ത്ര്യം ലഭിച്ചാൽ പട്ടിണി മാറുമെന്നായിരുന്നു അന്ന് ബഷീർ പറഞ്ഞ മറുപടി. സത്യഗ്രഹ പന്തലിൽ പോയതിനെ സ്കൂളിൽ നിന്നും ബഷീറിനെ പുറത്താക്കി. വീട്ടിൽ നിന്നും ഒളിച്ചോടി ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യ മുഴുവൻ അലഞ്ഞു. മഹാത്മാവിനെ ഒന്ന് സ്പർശിക്കാനായതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവവും സമ്പത്തുമെന്ന് പലവട്ടം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട്. നിസ്വാർത്ഥരായ മനുഷ്യരുടെ ഒരു വാക്കും നോക്കും സ്പർശവുമെല്ലാം സാധാരണ മനുഷ്യരെയും ലോകത്തെയും എങ്ങനെ സ്വാധീനിക്കുമെന്നായിരുന്നു ബഷീർ ഇതിലൂടെ നമ്മോട് പറഞ്ഞു തന്നത്. ബഷീർ എന്ന കുഞ്ഞു ബാലനിൽ നിന്നും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വലിയ എഴുത്തുകാരൻ പിറവിയെടുത്തതും ആ സ്വാധീന വലയത്തിലാകാം എന്നാണ് ചിന്ത. മഹാത്മാക്കളുടെ സ്വാധീനത്തിനുള്ള മാന്ത്രികത മറ്റൊന്നിനുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അന്ന് ഗാന്ധിജി എന്ന് പറയുന്ന വെളിച്ചത്തെ തൊട്ടു ബഷീർ എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇരുണ്ട് കിടന്ന പല ലോകത്തേക്കും വെളിച്ചം പായിച്ചു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. വലിയ മനുഷ്യരുടെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം ചില്ലറയായിരിക്കില്ല. നല്ല സംസ്കൃതിയുള്ള മനുഷ്യരോട് ചങ്ങാത്തം വയ്ക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും.